ഏറ്റവും അധികം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയായിട്ട് മെഡിക്കൽ മേഖല മാറിയിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ കോവിഡിനെ പോലും വിറ്റ് അതിന്റെ ലാഭങ്ങൾ പരസ്പരം കൈപ്പറ്റി സർക്കാരുകൾക്ക് കൈക്കൂലി നൽകിക്കൊണ്ട് ജനങ്ങളുടെ ജീവന് യാതൊരു വിധമായ പരിഗണനയും നൽകാതെ, യാതൊരു വിധമായ വിലയും ജനങ്ങളുടെ ജീവന് നൽകാതെ ജനങ്ങളെ കോവിഡ് വാക്സിനേഷൻ ധാരാളം ആളുകൾ അത് സംബന്ധമായിട്ട് മരിച്ചപ്പോഴും മീഡിയകളടക്കം അത് മറച്ചുവെക്കുകയാണ് ഉണ്ടായത്. വാക്സിനേഷന്റെ ദുരിതങ്ങൾ അപ്പോൾ തന്നെ നേരിട്ടവരുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോഴും നേരിടുന്നവരുണ്ട്. അപ്പോൾ ഒരു ആധികാരികമായ പഠനവും നടത്താതെ ജനങ്ങളെ വെറും ഒരു പരീക്ഷണ വസ്തു മാത്രമാക്കി മാറ്റിയ കോവിഡ് വാക്സിനേഷൻ ഇപ്പോൾ പറയുകയാണ് തെറ്റുപറ്റിയിട്ടുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി അത് വച്ച് വലിയ കോർപ്പറേറ്റ് മുതലാളിമാരായി മാറിയതിനു ശേഷം അവർ പറയുകയാണ് ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ ഡോക്ടർമാരുണ്ട്, ഇത് തിരിച്ചറിഞ്ഞ മീഡിയകളുണ്ട്, ഇത് തിരിച്ചറിഞ്ഞ ജനപ്രതിനിധികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ സത്യം ജനങ്ങളോട് പറയാൻ തയ്യാറായില്ല. അവരുടെ താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി അവര് മറച്ചുവെച്ചുകൊണ്ട് ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അവർ തുറന്നു സമ്മതിക്കുമ്പോൾ എന്ത് ശിക്ഷയാണ് ഈ മരുന്ന് കമ്പനികളുടെ മേലാളന്മാർക്ക് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ജനങ്ങളെ ഇപ്പോഴും അതിന്റെ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് നിർബന്ധമാക്കിയത്? ഇത് നിർബന്ധമാക്കുമ്പോൾ ജോലിക്ക് എടുക്കണമെങ്കിൽ, ഹജ്ജിന് പോകണമെങ്കിൽ, വിദേശത്തേക്ക് പോകണമെങ്കിൽ, അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ കോവിഡ് വാക്സിനേഷൻ നിങ്ങൾ നിർബന്ധമാക്കി ജനങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾ കൈപ്പറ്റിയ ആ തുകയ്ക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഈ ജനങ്ങളുടെ ഒരാളുടെയും ഒരു 1000 പേരുടെയും ഒന്നുമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അവരുടെ ജീവിതത്തിൽ ദുരിതം പേറുന്ന അവസ്ഥയിലേക്ക് എവിടെയാണ് നിങ്ങൾ ഈ പാപങ്ങളൊക്കെ നിങ്ങൾ കഴുകിക്കളയുന്നത്? എത്രമാത്രം വലിയ കുറ്റകൃത്യമാണ് നിങ്ങൾ ഈ സമൂഹത്തോട് ഈ ഭരിക്കുന്ന നമ്മളെ കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ എല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയത് എന്തിനു വേണ്ടിയാണ്? ഇനി ഇപ്പോൾ ഈ വന്ന വാർത്തകളുടെ പുറകിൽ പോലും മെഡിസിൻ കമ്പനികളുടെ കറുത്ത കരങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ വന്നിട്ടുള്ളതായ വാർത്ത ഇതിന്റെ പാർശ്വഫലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള വാർത്തയായിട്ട് തന്നെ അവർ പുറത്തുവിട്ടിരിക്കുന്നു. ഇത് അവർ പുറത്തു പറയുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ചതികൾ, ഇതിന്റെ കെടുതികൾ തിരിച്ചറിഞ്ഞവർ നമ്മൾ പലരുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാലും നിവൃത്തിയില്ലാതെ എടുക്കേണ്ടി വന്നവരുമുണ്ട്. ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അപരിഷ്കൃതരാക്കി മാറ്റപ്പെട്ടപ്പോ, അതോടൊപ്പം തന്നെ സമൂഹം പുച്ഛത്തോടെ കണ്ടപ്പോ അങ്ങനെയൊക്കെ കോവിഡ് വാക്സിൻ എടുത്തവരും എടുക്കേണ്ടി വന്നവരുമൊക്കെയുണ്ട്. മനസ്സോടെ എടുത്തവരൊക്കെയുണ്ട്. പക്ഷെ ഇപ്പോ കമ്പനി ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഒരു വാർത്ത പുറത്തു വിട്ടതിന്റെ പിന്നിൽ ഇനി അവരുടെ അടുത്ത മെഡിസിൻ അതാ അവതരിക്കുന്നുണ്ടാകാം, കമ്പനിയിൽ തയ്യാറാകുന്നുണ്ടാകാം. അതായത് കോവിഡ് വാക്സിൻ എടുത്തവർ ഈ വാക്സിൻ ഇനി നിങ്ങൾ തീർച്ചയായും നിങ്ങൾ എടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന തരത്തിൽ പുതിയ വാക്സിനുകൾ അവതരിക്കുന്നുണ്ടാകാം. എന്നാൽ അങ്ങനെ അവതരിക്കുമ്പോഴും അവര് ജനങ്ങളെ പരീക്ഷണ വസ്തുവാക്കുമ്പോഴും അല്ലാതെ ഇതുകൊണ്ടൊന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടായതായിട്ട് അവര് പരീക്ഷിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു വാക്സിനേഷൻ അവർ അവതരിപ്പിക്കുമ്പോൾ എടുത്ത കോവിഡിന് ബദലായിട്ട് ഈ ഞങ്ങൾ ഇറക്കുന്ന പുതിയത് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിന് നിർബന്ധിതരാകും. അത് ചെയ്യാൻ തയ്യാറാവാത്തവരുടെ വീട്ടിലേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരും വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ആ എടുക്കാത്തവരെ വലിയ മോശക്കാരാക്കി കളയും. അങ്ങനെ നിർബന്ധപൂർവം അടുത്ത വാക്സിനേഷനും അടുത്ത തന്റെ ശരീരത്തെ പരീക്ഷണ വസ്തുവാക്കുന്ന കാര്യം 1000, 1500 രൂപയും 2000 രൂപയൊക്കെ മുടക്കി നമ്മൾ വാങ്ങി. ഇല്ല, നമ്മളത് വാങ്ങിക്കാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ മോശക്കാരാണ്. നമ്മളുടെ ശരീരം അവർ പറയുന്നതിന് നമ്മൾ നിർത്തിക്കൊടുത്തില്ല എങ്കിൽ നമ്മൾ മോശക്കാരാണ്. ഇതാണ് സാഹചര്യം. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് നമ്മൾ തിരിച്ചറിയുക.